ഗൈസ് വെൽക്കം ടു സെൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റ് ഒരു കറക്റ്റീവ് പീരീഡ് കുറച്ചൊന്ന് ഡൗൺ വന്നിട്ടുണ്ട്. ഏകദേശം $1.7 ബില്യൺ USDT വർത്ത് ലിക്വിഡേറ്റ് ആയിട്ടുണ്ട്. ആസ് എക്സ്പെക്റ്റഡ് എപ്പോഴും ഒരു മൂവ് വരാൻ നമ്മളെപ്പോഴും ഈ ഫോംസി മീറ്റിങ്ങിന് മുമ്പ് 116 ഇങ്ങനെ സ്ട്രോങ് ആയി നിൽക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഗ്രൂപ്പിൽ സംസാരിച്ചൊരു വിഷയമാണ്, ഇതെങ്ങനെ ശരിയാവുക, ഇതിങ്ങനെ സ്ട്രോങ് ആയിട്ട് നിന്ന് മുകളിലോട്ട് കയറിപ്പോൾ എല്ലാവരും ലോങ് ഇടുമ്പോൾ ഒരു പരിപാടി അറിയാമല്ലോ നമുക്ക് എല്ലാവർക്കും. ഇപ്പം ആഫ്റ്റർ കഴിഞ്ഞ 6-8 മാസമായിട്ട് ഇതിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ഇതൊരു സ്ഥിരം പരിപാടിയാണ്. പക്ഷെ ഇവിടെയുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ലിക്വിഡേറ്റ് ആവുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഒന്ന് ട്രേഡിങ്ങിലേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തത്. പക്ഷേ സ്പോട്ടിലുള്ളവർ ടെൻഷൻ അടിക്കേണ്ട, ഓപ്പർച്യൂണിറ്റി പോലെ തന്നെ വരും മന്തുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. തുടർച്ചയായ മന്തുകളിൽ ഫെഡ് റേറ്റ് കട്ട് ഉണ്ടാവുമെന്നുള്ള അപ്രിസിയേഷൻ വരുന്നുണ്ട്. കുറച്ചും കൂടി മാർക്കറ്റിനെ അത് സ്ട്രെങ്തൻ ചെയ്യും. ഇത്തരം ലിക്വിഡേഷൻ ഉണ്ടാവുമ്പോഴാണ് ഷോർട്ട് മാർക്കറ്റിലേക്ക് വരും. ഷോർട്ടിൽ ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും മാർക്കറ്റ് അപ്പാവും. വീണ്ടും ഒരു ഈ പറയുന്ന ഡോമിനൻസ് ഒന്ന് സ്ട്രോങ് ആയി ഒരു പെട്ടെന്ന് തന്നെ ഡൗണിലോട്ട് വരുമ്പം ആൾട്ടിന് ഒരു സ്ട്രെങ്ത് കിട്ടും. എസ്പെഷ്യലി ഈ ഒക്ടോബർ 1 അല്ലെങ്കിൽ സെപ്റ്റംബർ ആ ഒരു ഏരിയ ഇപ്പോൾ തുടങ്ങിയല്ലോ, നമ്മൾ കണ്ടതാണ്. നമ്മൾ ബുൾ മാർക്കറ്റ് ഫൈനൽ ഫേസിലേക്ക് എത്തി. നമ്മളൊരു +or- സെപ്റ്റംബർ തൊട്ടിട്ട് +or-2 എന്നാണ്. അപ്പോൾ പ്ലസ് കൂട്ടിയാൽ ഈ പറയുന്ന ഒക്ടോബർ ലാസ്റ്റ് അല്ലെങ്കിൽ നവംബർ 1 അങ്ങനെ ആയിരിക്കണം നമ്മുടെ രീതി. അതിൻ്റെ ഇടയിലുള്ള കുറേ ആളുടെ ഡൗട്ടാണ് എന്താണ് H1B വിസ എന്താണ്, അതിൻ്റെ കാര്യങ്ങൾ എന്താണ്, അത് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യണം. അതായത് നമ്മൾ നോക്കുന്നവർക്ക് എല്ലാവർക്കും നമുക്ക് വേൾഡ് ന്യൂസിനെ കുറിച്ചൊക്കെ അറിയണമല്ലോ, അതുകൊണ്ടാണ് ഇത് ഒന്നുമില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്നത് കുറേ സ്കിൽ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയോ സ്കിൽസുള്ള ആളാണ് ഇന്ത്യയിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ശരിക്കും റിസോഴ്സ് കിട്ടിയിരുന്നെങ്കിൽ ഇന്ത്യക്കാരെന്ന് പറയുന്നത് വേൾഡിലെ 1 ഓഫ് ദി ബെസ്റ്റ്, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് വേൾഡിലെ 1 ഓഫ് ദി ബെസ്റ്റ് ആവേണ്ടതാണ്. പക്ഷേ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓൾറെഡി ഡെവലപ്ഡ് കൺട്രീസൊക്കെ ഒരുപാട് ഇന്ത്യയിൽ നിന്ന് ആൾക്കാരായി. ഇപ്പോൾ ആമസോൺ ആയാലും ആപ്പിൾ ആയാലും വലിയ വലിയ കമ്പനീസൊക്കെ അവരുടെ എന്ത് ചെയ്യുന്ന എല്ലാം ഇവിടുന്ന് ആൾക്കാരെ ഹയർ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ IIT എന്നൊക്കെ അവിടെ നിന്നൊക്കെ എവിടുന്ന് വരുന്ന വലിയ വലിയ എൻജിനീയേഴ്സിനെയും IT സ്കിൽസിനെ ആൾക്കാരൊക്കെ US കൊണ്ടുവരും. അവർ ഈ പറയുന്ന നോൺ ഇമിഗ്രൻ്റ് ആയിട്ട് കൊണ്ടുവരുന്നത്. ഇപ്പോൾ അവരെന്ത് ചെയ്യും, ഗവൺമെൻറ് ഒരു $6000 കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യുന്ന ഒരു 3 വർഷത്തെ വിസ അല്ലെങ്കിൽ സെറ്റപ്പിൽ H1B വിസ അടിച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം. അന്നേരം ഈ കമ്പനീസ് എന്ത് ചെയ്യും, ആമസോൺ എന്ത് ചെയ്യും, ഗവൺമെൻറ് ഒരു $6000 കൊടുക്കും. ഇവർക്കൊരു ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലെ ആളെ എന്ത് ചെയ്യും, ഒരു വിസ കൊടുത്ത് അവിടത്തേക്ക് കൊണ്ടുവന്നാൽ നല്ല ശമ്പളം ഉണ്ടെങ്കിൽ നാട്ടിലെ നല്ല സ്കില്ലുള്ള ആൾ എന്തായാലും അമേരിക്കയിലേക്ക് വരുമല്ലോ. അതിലിപ്പോൾ ഈ പരിപാടിയിൽ 70% ഇന്ത്യക്കാരാണ്, ചൈനക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ കമ്പനീസ് നല്ലതാണ്. നല്ല സ്കില്ലുള്ള ഇന്ത്യക്കാരെ ഓരോ കമ്പനീസിൽ വെക്കുന്നതോടുകൂടി അവർക്ക് എന്ത് ചെയ്യപ്പെടുന്നു, നല്ല പ്രോഫിറ്റബിൾ ഉണ്ടാകുന്നു. ഗൂഗിളിലും എല്ലാവരും ഉണ്ടത്. ഈ ട്രംപിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ്, ഇമിഗ്രൻസ് വേണ്ട, ഓൻ തന്നെ ഒരു ഇമിഗ്രൻ്റ് ആണെന്നുള്ളൊരു കോൺസെപ്റ്റിൽ അവൻ മറന്നു പോകുന്നുണ്ട്. പക്ഷേ ഓൻ്റെ കോൺസെപ്റ്റിൽ ഇന്ത്യക്കാർ ഇങ്ങനെയാണ്, മറ്റേതാണ്, എല്ലാം അമേരിക്ക പവറൊക്കെ. പക്ഷേ ഈ മടിയന്മാർ അമേരിക്ക എന്ന് പറയുമ്പോൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും സെറ്റൊന്നുമല്ലല്ലോ. അവരെ ഇത്ര സ്കില്ലിലെ വർക്കേഴ്സും ഇല്ല. ഇപ്പോൾ ട്രംപ് കണ്ട സൊല്യൂഷൻ, ആദ്യം ട്രംപ് ചെയ്ത വാർത്താ സമ്മേളനമില്ലേ, ഫസ്റ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എല്ലാ കൊല്ലും നമ്മൾ അമേരിക്കക്കാർക്ക് വേണ്ടിയിട്ട് ഇനി H1B വിസ പുതുക്കുന്ന എല്ലാവർക്കും $100,000, അതായത് ഏകദേശം 89 ലക്ഷം റുപ്യ ചിലവ് വരും. അത് എല്ലാ കമ്പനിയും നടക്കണം. അങ്ങനെയാണെങ്കിൽ ഹൈലി സ്കിൽഡ് വർക്കേഴ്സിനെ കമ്പനി കൊണ്ടുവരും, അല്ലാത്തവരൊക്കെ പിരിച്ചുവിടും. അങ്ങനെയാണെങ്കിൽ അമേരിക്കക്കാരൻ്റെ ജോബിനെടുക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. ഇലോൺ മാസ്ക് അടക്കം പലരും ഇതിനെതിരെ പ്രതികരിച്ചു. കാരണം ഇലോൺ മാസ്ക് പറഞ്ഞത് സ്പേസ് എക്സിന് തന്നെ ഉണ്ടാക്കാനുള്ള റീസൺ തന്നെ ഈ H1B വിസയിൽ വർക്ക് ചെയ്യുന്ന ക്വാളിറ്റിയിൽ പുറത്തുള്ള വർക്കേഴ്സ് കാരണമാണ്. ഇത് വളരെ മോശമാണ്. ഇന്ത്യൻ സൊസൈറ്റിക്ക് തന്നെ വലിയ അടിയാണ്. കാരണം എത്രയോ ആൾക്കാർ ഇപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ 89 ലക്ഷം കൊടുത്തിട്ട് ഒരു കൊല്ലം റിന്യൂവ് ചെയ്യണമെങ്കിൽ അയാളെ ശമ്പളം എന്തായാലും അതിൻ്റെ ഇരട്ടി ആയാലേ കമ്പനി അത് ചെയ്യൂ. അയാൾ അത്രയും. അപ്പോൾ നോർമൽ സ്കില്ലുള്ള ആൾക്കാരൊന്നും കമ്പനി സോഴ്സ് ചെയ്യില്ല. എക്സ്ട്രാ ഓർഡിനറി ആൾക്കാരെ ഇന്ത്യയിൽ നിന്ന് എടുക്കൂ. അങ്ങനെയുള്ള ആൾക്കാർ എത്ര ആൾക്കാരുണ്ട്, ഉണ്ടാവും. എന്നാൽ പോലും കമ്പനി ലാഭം നോക്കുമ്പോൾ ചിലപ്പോൾ അതും ഒഴിവാക്കും. വളരെ പ്രശ്നങ്ങളുണ്ടായി. കുറച്ച് കഴിഞ്ഞിട്ട് അവരൊരു ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ. എന്തിരുന്നാലും അത് ഇയർലി വേണ്ട, ഇനിയുള്ളവരല്ല വരാൻ പോകുന്നവരാണ്, 1 ടൈം ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതൊക്കെ നൽകുന്നതെന്ന് പറഞ്ഞാൽ ബാക്ക് ടു ഇന്ത്യ എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പതിയെ വരുന്നുണ്ട്. ഇപ്പോൾ ലണ്ടനിൽ നടക്കുന്ന വലിയ ആൻറ്റി ഇമിഗ്രൻ്റ് ആക്ഷൻസ് പതിയെ നടക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ ആൾക്കാർ പറയുന്ന പറഞ്ഞാൽ ഇത് ഇന്ത്യക്ക് ഗുണമാണ്. കാരണം സ്കില്ലുള്ള ആൾക്കാർ ഇന്ത്യയിൽ വരും, അവർ കൂടുതൽ വർക്ക് ചെയ്യും. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഇതൊന്നും ഒരു ഗുണമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഓൾറെഡി സ്കില്ലുള്ള ആൾക്കാർക്ക് ഇത്രയും ഹെവി സ്കെയിലിൽ ജീവിച്ച ഒരാൾക്ക് ഒരു സുപ്രഭാതത്തിൽ അവർ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് ഇന്ത്യൻ്റെ ശമ്പള രീതിയിൽ ഇന്ത്യക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിൽ അവർ വർക്ക് ചെയ്യൂല. അവർ മറ്റു കൺട്രീസിലേക്ക് പോകും. അവർ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർ നേരെ ഇന്ത്യയിലേക്ക് വന്ന് നാളെ മുതൽ ഓക്കെ
ഇന്ത്യയുടെ ജീവിത സാഹചര്യം നോക്കാം. ഇവിടുന്ന് ഒരു 2 ലക്ഷം റുപ്യ അല്ലെങ്കിൽ ഒരു 5 ലക്ഷം റുപ്യ ശമ്പളം, 50 ലക്ഷം 40 ലക്ഷം വാങ്ങിയ ഒരാൾ 5 ലക്ഷം ശമ്പളത്തിൽ സെയിം വർക്ക്, അതിനേക്കാൾ വർക്ക് ടോക്സിക് വർക്ക് ഫോഴ്സുള്ള ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നമുക്ക് ആർക്കും തോന്നുന്നില്ല. അവർ കൂടുതലായിട്ട് മറ്റു കൺട്രീസിലേക്കോ അല്ലെങ്കിൽ വേറെ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്യും. അവർക്ക് ഒരിക്കലും നമ്മളിലേക്ക് തിരിച്ചു പോകില്ല. ഇത് നമുക്കൊരു ഗുണമാണ്, അല്ലെങ്കിൽ ഭാവിയിൽ നിന്നും അങ്ങനൊന്നും സെറ്റപ്പില്ല. ഇതൊക്കെ വന്ന് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് 50% ടാരിഫ് ഇത്തരം ന്യൂസുകൾ ഇന്ത്യയെ ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് എത്രയോ ടൺ കണക്കിനുള്ള ചെമ്മീൻ എവിടത്തേക്ക് കയറ്റി അയക്കലുണ്ടായത്, ഈ US കയറ്റി തിരുവ കാരണം അവർ വൻ ലോസിലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ ഇന്ത്യ US പ്രശ്നം ശരിക്കും ഒരു സ്ട്രോങ് ഒരു നേതാവ് എന്ന നിലയിൽ അത് സംസാരിച്ച് ഒത്തുതീർപ്പാക്കി ഇന്ത്യൻ്റെ ആവശ്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്തെടുക്കാണ്ട് ചില കോർപ്പറേറ്റ് മുതലാളിക്ക് വേണ്ടി നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊരു ചോദ്യചിഹ്നമാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന റഷ്യൻ ഓയിൽ സംബന്ധിച്ചിടത്ത് ഇന്ത്യക്ക് പൂർണ്ണമായിട്ടും യൂസ്ഫുൾ ആവാത്ത സിറ്റുവേഷൻ, ഇന്ത്യൻ ജനങ്ങൾക്ക് ആ ഒരു റിഡക്ഷൻ വാല്യൂ കിട്ടാത്ത കാലത്തോളം നമ്മൾ റഷ്യൻ ഓയിൽ കമ്പൽ ചെയ്യേണ്ട കാര്യം എന്താണ്? അത് ആർക്കാണ് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് എന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ ഈ പറയുന്ന ഫോറിൻ പോളിസി വളരെ വീക്ക് തന്നെയാണെന്നുള്ള സത്യം മനസ്സിലാകുന്നത്. നമ്മളുള്ള പാവപ്പെട്ട കർഷകരെ ഇന്ത്യക്ക് വേണ്ടി നമ്മൾ അതിന് ശേഷം സഡനായിട്ട് എഴുന്നേറ്റ് ഈ ചെയ്തത് തെറ്റാണ്, പറഞ്ഞത് കളവാണ്, അല്ലെങ്കിൽ ചെയ്തത് മോശമാണെന്നുള്ള ഒരു ശക്തമായ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. ഓക്കെ, ബൈ.